കൺവെൻഷന്റെ പ്രഥമ ദിവസത്തിലേക്ക് ഏവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. യൂട്യൂബ് വഴി കാണുന്ന ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. വിശ്വസ്തനും നീതിമാനുമാകുന്ന ഞങ്ങൾ മഹോദനായ പരിശുദ്ധ ദൈവമേ, കഴിഞ്ഞ വർഷം നാഥ ഞങ്ങള് കൊണ്ടാടിയ പോലുള്ള കൺവെൻഷൻ അല്ല എന്ന് ദൈവമേ ഞങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ മനസ്സിലാകുന്നു. എന്നാലും ഇന്നലെയും ഇന്നും വരുന്ന കാലങ്ങളിലൊക്കെ വിശ്വസ്തനായിട്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായിട്ട് നാഥ ഞങ്ങൾ ഈ പ്രപഞ്ചത്തിലായിരിക്കുമ്പോൾ ഞങ്ങളെ കൈവിടത്തില്ല, ഞങ്ങളെ സ്നേഹിക്കും, പരിപാലിക്കും, ഞങ്ങൾക്ക് വിടുതൽ നൽകും എന്ന് ദൈവം ഞങ്ങൾക്ക് ബലം നൽകി, വചനം നൽകി. ഇന്നും ദൈവം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അതിനോർത്ത് ദൈവമേ ഞങ്ങൾ സ്തോത്രം കരയ്ക്കുന്നു. കർത്താവെ, ഇന്നത്തെ ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല നാഥ ഒരു മാറ്റമുണ്ടാകണമേ. കൂടുതലായിട്ട് കർത്താവെ അങ്ങയുടെ വചനം പഠിക്കുവാൻ ദൈവമേ ഞങ്ങൾ പൂർണ്ണ മനസ്സോട് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. പാവങ്ങളെ കഴുകി ദൈവമേ ഒരു പുതിയ ശക്തി ഈ രാത്രിയും വരുന്ന ഓരോ ദിവസങ്ങളും അപ്പച്ച ഞങ്ങൾക്ക് നൽകണമേ. കൺവെൻഷനിൽ അപ്പച്ച കടന്നു വന്ന ദൈവമേ ഭവനത്തിലിരുന്ന് ഇതിനെ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനെ ദൈവമേ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങള് അങ്ങയുടെ കുഞ്ഞുങ്ങളായി മാറിത്തീരുവാൻ ദൈവമേ ഞങ്ങൾ പൂർണ്ണ മനസ്സോട് ദൈവമേ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ പ്രാർത്ഥനകൾ കേൾക്കണമേ, അപേക്ഷകൾ കേൾക്കണമേ. ഇന്ന് ദൈവമേ ഞങ്ങൾക്ക് മുഖ്യ സന്ദേശം നൽകുന്ന ഞങ്ങളെ ബഹുമാനപ്പെട്ട റവറൻഡ് മാത്യൂസ് പി ജോർജ് അച്ഛനെയും നാഥ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛനെയും ഞങ്ങളെയും കേൾക്കുന്ന ഇവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമത്തിന്റെ മഹത്വമുണ്ടാകട്ടെ. ഗാനശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സാധിക്കുകയില്ല. ആ ഒരു സാഹചര്യത്തിലും ഇങ്ങനെ കൺവെൻഷൻ നടത്തുവാൻ, ഗാനശുശ്രൂഷയ്ക്ക് പങ്കാളികളാകുവാൻ ദൈവം നമ്മെ സഹായിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ആകുലതയുടെയും വേദനകളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ദിവസവും നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളും. വളരെ ധൈര്യപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന ഒരു വാക്കുകളാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മെ കാക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നതായ ചില വരികൾ. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ എന്നെ കരുതുന്ന, എന്റെ വേദനകളെ വഹിക്കുന്ന, എന്നെ ഓരോ ദിവസവും നടത്തുന്ന, എന്നെ ഒരിക്കലും തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. ജീവിതത്തിൽ എന്റെ വേദനകളുടെയും പരീക്ഷകളും ഒക്കെ നൽകുന്നത് എനിക്ക് ദൈവമാണ്. അതിന്റെ ഒന്നും മുൻപിൽ ഞാൻ ചോദ്യങ്ങളെ ചോദിക്കാതെ എല്ലാം നന്മയ്ക്കായിട്ട് ദൈവം നൽകുന്നു എന്ന് പറയുന്നതായ ഒരു പാട്ട് നമുക്ക് ചേർന്ന് പാടാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നതായ പാട്ട്. ഭാരങ്ങൾ വഹിക്കുന്നവൻ
നമ്മുടെ അയോഗ്യതയുടെ നടുവിലും നമ്മെ യോഗ്യനാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ജീവിതത്തിൽ ചില നന്മകൾ ദൈവം നൽകുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, ഇതിലൊക്കെ യോഗ്യത നമുക്ക് എന്താണെന്നുള്ളത്. ഓരോ ദിവസവും നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന, ഇത്രത്തോളം നമ്മെ വഴി നടത്തുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം ജീവിതയാത്രയിൽ മുൻപോട്ട് തിരിച്ചറിയുവാൻ നമുക്ക് ഇടയാകട്ടെ. നമ്മുടെ ഭാവിയെ കരുതുന്ന, നമ്മുടെ കുടുംബത്തെ ധന്യമാക്കി തീർക്കുന്ന, നമ്മെ ആഴമായി സ്നേഹിക്കുന്ന, ശ്രേഷ്ഠ നന്മകൾ ചെയ്യുന്നതായ ആ ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം. ഗായകസംഘത്തോടൊപ്പം നമുക്ക് ചേർന്ന് പാടാം, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഓരോ ദിവസവും നാം അനുഭവിച്ച് അറിയുന്നവരാണ്. നമുക്ക് നല്ല ആലോചനകൾ നൽകി നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മ സാന്നിധ്യം, അന്ത്യകാലങ്ങളിൽ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തീ പോലെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ, നമുക്ക് ആത്മാവിനാൽ നടത്തപ്പെടുവാൻ, ആ ഒരു സാന്നിധ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ് അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേൽ. നമുക്ക് ചേർന്ന് പാടാം, ഗായകസോടൊപ്പം ചേർന്ന് നമുക്ക് പാടാം, അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേൽ. സമയമല്ലോ
നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ മുട്ടുകളെ മടക്കുമ്പോൾ നമ്മുടെ കണ്ണീരുകൾക്ക്, നമ്മുടെ വേദനകൾക്ക്, പ്രാർത്ഥനകൾക്ക് മറുപടി നൽകിയ ഒരു ദൈവമുണ്ട്. നമ്മുടെ മനസ്സ് തകർന്നിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് അടുത്തു വന്ന് ആശ്വാസം പകരുന്നതായ ദൈവത്തിന്റെ സാന്നിധ്യം ഓരോ പ്രാവശ്യവും വേദനകളുടെ നടുവിലും നിരാശയുടെ നടുവിലും നിലവിളിക്കുമ്പോൾ മറുപടി നൽകുന്ന ആ ദൈവിക സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട് എന്ന് പറയുന്നതായ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 34, സാം 34. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മൂട്ടില്ലല്ലോ. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയ്ക്കുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെ
സമാധാനത്തെയും വ്യാജം പറയാതെ നിന്റെ അതിരത്തെയും കാത്തുകൊള്ളുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പായിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ ദൈവവരങ്ങളിലേക്ക് സമർപ്പിക്കും. CSI ഹോളി ട്രിനിറ്റി മലയാളം കോൺഗ്രിഗേഷന്റെ മലയാളം കൺവെൻഷന്റെ പ്രാരംഭ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ചായി തീരുവാൻ ദൈവം ഇടയാക്കിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ കൺവെൻഷന്റെ അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ദിവസങ്ങളിലും കർത്താവിന്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 3 ദിവസം നമ്മുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി തീരുന്ന ഒരു കൺവെൻഷൻ ഈ ആലയത്തിൽ നടത്തപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നേതൃത്വം നൽകുന്ന ഏവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് റോബിനച്ഛനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ ഇവിടെ കടന്നു വരുവാനും നമ്മുടെ ശുശ്രൂഷകൾക്കൊക്കെയും നേതൃത്വം നൽകുവാനും ദൈവം ഇടയാക്കിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അച്ഛൻ്റെ ഇവിടെയുള്ള ശുശ്രൂഷകൾ ഈ ദേശത്തിന് സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സൂര്യച്ചനെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ അച്ഛൻ നമ്മോടുകൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ ശുശ്രൂഷകൾക്കൊക്കെയും നേതൃത്വം നൽകി. ഈ വർഷവും നമ്മോടൊപ്പമായി തീരുവാനും ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്ക് നേതൃത്വം നൽകുവാനും ദൈവം ഇടയാക്കിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. തുടർന്ന് അച്ഛന്റെ ശുശ്രൂഷകൾ ഈ സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാനോട് ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛന്മാരുടെ കുടുംബങ്ങളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ എന്റെ മക്കളോടൊപ്പം അവരുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൺവെൻഷന് മറ്റ് നേതൃത്വം നൽകുന്ന ഏവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഗായക സംഘത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഗാന ശുശ്രൂഷകൾ നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ കൺവെൻഷന് വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന മാത്യു പി ജോർജിന്റെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. താവേ, അച്ഛന്റെ ശുശ്രൂഷകൾ സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാനോട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ കൺവെൻഷന് നമ്മോട് വചനം സംസാരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വചനം നിന്റെ മകനിലൂടെ ലഭിക്കുവാൻ ദൈവം ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വചനം നമ്മൾക്ക് ശ്രവിപ്പാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിനായിട്ട് അച്ഛനെ ദൈവം ഒരുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ദിവസങ്ങളിലും വചനം സംസാരിക്കുന്നതിന് ആവശ്യമായ ആരോഗ്യ ബലവും നിന്റെ മകൻ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനായിരിക്കുന്ന സഭയെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടുത്തെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന അവസ്ഥയെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ജീവിതം മുൻപോട്ട് എങ്ങനെയായി തീരും എന്നതിന് നമുക്കൊരു തീരുമാനമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ഈ അവസ്ഥയിൽ ദൈവത്തിന്റെ അത്ഭുത ശക്തി ദേശത്തിന്മേൽ ഭവിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് COVID-19 ഈ സാഹചര്യത്തിൽ അനേകർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കുന്നു. അനേകര് രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നു. അനേകർ ജോലി നഷ്ടപ്പെട്ട് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തുടർ വിദ്യാഭ്യാസത്തിന് സാഹചര്യമില്ലാതെ അനേകർ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏവരെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ രോഗം
രാജ്യത്ത് നിന്ന് ലോകത്തു നിന്ന് ഉന്മൂലനാശമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ഓരോരുത്തരെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഗവൺമെന്റ് സംവിധാനങ്ങളെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാനോടും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. മെഡിക്കൽ ടീമിനെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. സ്വന്തം ജീവനെ പോലും കണക്കാക്കാതെ എന്റെ മക്കൾ അനേകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവല്ലോ. അവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തെ, മറ്റുള്ളവരുടെ ജീവിതത്തെ ആപത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ അവരെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. CSI സഭയെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. CSI സഭയുടെ ഫോർമേഷനായിട്ട് നാം ഒരുങ്ങുമ്പോഴും ആ പ്രവർത്തനങ്ങളിലൊക്കെയും കർത്താവിന്റെ സാന്നിധ്യം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭ ദേശത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, അനേകരുടെ കണ്ണീരൊക്കുന്ന സഭയായിട്ട് നിലകൊള്ളുവാൻ നമ്മുടെ സഭ എടുത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായിടവകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നേതൃത്വം നൽകുന്ന ഏവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ബിഷപ്പന്മാരുടെ പ്രവർത്തനങ്ങളൊക്കെയും സഭയുടെ മുൻപോട്ടുള്ള പ്രവർത്തനത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതെല്ലാം മഹായിടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അധ്യക്ഷൻ തിരുമേനിയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. തിരുമേനിയുടെ പ്രവർത്തനങ്ങൾ തുടർന്നും സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാനോട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പുതിയ അധ്യക്ഷനായിട്ട് ഒരുങ്ങുമ്പോഴും കർത്താവിന്റെ സാന്നിധ്യം ആ പ്രവർത്തനങ്ങളിൽ മേൽ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തിരഞ്ഞെടുക്കുന്നവരെ അധ്യക്ഷനായി ലഭിപ്പാൻ ദൈവം ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹോളി ട്രിനിറ്റി സഭയെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. സഭയുടെ എല്ലാ സംഘടനകളെയും നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ചർച്ച കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ ആലയത്തിൽ കൂടി വരുവാൻ കഴിയുന്നില്ല എങ്കിലും എന്റെ മക്കളുടെ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ആരാധനയിലേക്ക് നയിപ്പാൻ നമ്മെ ഇടയാക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം. ആത്മായ ഫെലോഷിപ്പിനെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്നേഹവേണ്ട കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വാർദ്ധക്യത്തിലുള്ളവരെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രീജന സഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. താവെ ഞങ്ങളുടെ മാതാക്കളെ, ഞങ്ങളുടെ സഹോദരിമാരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. താവയുടെ പ്രവർത്തനങ്ങൾ സഭയ്ക്ക്, കുടുംബത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുമാനങ്ങളൊന്നും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യോജന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുവതി യുവാക്കന്മാരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. താവെ ജോലിക്കായിട്ട് ഒരുങ്ങുന്നവരുണ്ട്, വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നവരുണ്ട്, തുടർ വിദ്യാഭ്യാസത്തിനായിട്ട് ഒരുങ്ങുന്നവരുണ്ട്. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ നിറപടിയായി നടത്തിക്കൊടുക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ നാളുകളിൽ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ പഠനത്തിന്മേൽ കർത്താവിന്റെ സാന്നിധ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ പഠിപ്പാൻ അവരെ ദൈവം ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രായാധിക്യത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവയെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലാവസ്ഥ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഭരണാധികാരികളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. തമിഴ്നാട് സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു ഭരണകൂടം രാജ്യത്ത് നിലനിൽപ്പാൻ ഇടയാക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് കുടുംബത്തില് പ്രശ്നങ്ങൾ നേരിടുന്ന ഭവനങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. സമാധാനവും സന്തോഷവും ലഭിപ്പാൻ കർത്താവിടെയാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത പങ്കാളികളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. മാതാപിതാക്കളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഏവരെയും ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അനേകരെ നീറുന്ന പ്രയാസങ്ങളായിട്ട് ഈ നാളുകളിലായിരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തെ കർത്താവെ തണുപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ പ്രയാസം ഞാൻ ആരോട് പങ്കുവയ്ക്കും എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന അനേകരെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്.
അവരെയൊക്കെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്താലും ഓരോരുത്തരെയും വഴി നടത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കോവിഡിന്റെ ഭാരത്താലും മറ്റു ഭാരത്താലും അനേക ഹൃദയം തകർന്നുകൊണ്ടിരിക്കുമ്പോഴും കർത്താവേ, നിന്റെ മക്കളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ, നമ്മെ ആശ്വസിപ്പിക്കണമേ എന്നൊരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. വന്നു പാടും ദൂതർ മധ്യേ ആത്തുപാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. വന്നു പാടും ദൂതർ മധ്യേ ആത്തുപാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്കയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്കയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന്റെ സന്ധ്യാസമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ കൺവെൻഷൻ ഇന്ന് ആരംഭിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായി തീരുവാനോട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കൺവെൻഷൻ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു രൂപാന്തരമായി തീരുവാൻ, ഞങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി തീരുവാനോട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ അച്ഛന്മാരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാനോട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി വചനം സംസാരിക്കുന്ന മാത്യു പി. ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മകന്റെ കർത്താവേ പ്രസംഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാനോട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, ഈ കൺവെൻഷൻ ഒരു രൂപാന്തരത്തിന് കാരണമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കോവിഡ് രോഗത്താൽ ഭാരപ്പെടുന്ന ഏവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഏവരെയും അവിടുന്ന് അനുഗ്രഹിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാരങ്ങളുടെ കർത്താവ് താങ്ങായിട്ട് തണലായിട്ട് നിലകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങൾ മധ്യസ്ഥ കഴിച്ച ഏത് വിഷയങ്ങളും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരൊക്കെ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളുമാറാകണമേ, ഞങ്ങളെ അനുഗ്രഹിച്ചുകൊള്ളുമാറാകണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സകലനാമത്തിൽ തന്നെ. ആമേൻ. കൺവെൻഷന്റെ ഒന്നാം ദിവസത്തിലേക്ക് വളരെ സന്തോഷത്തോടെ ഏവരെയും സ്വാഗതം ചെയ്യും. 2019 നാം കൺവെൻഷൻ നടത്തുകയല്ലോ 2020 നാം നടത്തുന്നത്. എന്നാൽ ഇതിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, കഴിഞ്ഞ വർഷത്തായിട്ടും കൂടുതൽ ആൾക്കാർ ഇതിൽ സംബന്ധിക്കാൻ സാധിക്കും. അതുകൊണ്ട് വചനം കേൾക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. Let this convention become very unconventional in our life. ഇന്ന് ഈ കൺവെൻഷന്റെ ഒന്നാം ദിവസവും രണ്ടാം ദിവസവും നാളെ കഴിഞ്ഞ ഞായറാഴ്ച നമുക്ക് പ്രബോധനം നൽകുന്ന, മുഖ്യ സന്ദേശം നൽകുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യ പ്രാസംഗികൻ റെവറൻഡ് മാത്യൂസ് പി. ജോർജ് എന്ന സമയത്ത് അറിയിക്കുകയും ചെയ്യും. He served as the CMS press manager and he was the former CSSM director. Sunday School General Secretary ആയിട്ടും അച്ഛനോട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ CSI മല്ലപ്പള്ളി സഭയുടെ വികാരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു.
നമ്മുടെ ഹോളി ട്രിനിറ്റി സഭയുടെ നാമത്തിലും വ്യക്തിപരമായ നാമത്തിലും വളരെ സന്തോഷത്തോടെ അച്ഛനെ കൺവെൻഷന്റെ 1-ാം ദിവസത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൺവെൻഷൻ കോയന് പരിശീലനം നൽകിയ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട സൂര്യച്ചനാണെന്ന് ഈ സമയത്ത് അറിയിക്കുന്നു. അച്ഛനെയും അച്ഛന്റെ കുടുംബത്തെയും വളരെ സന്തോഷത്തോടെ ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വളരെ മനോഹരമായ പാട്ടുകൾ പാടി നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൺവെൻഷൻ കോയനോടും അതിന്റെ എല്ലാ അംഗങ്ങളോടും പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലിജോ സാറ് സെമിനാരിയിലെ പഠിത്തത്തിന്റെ ഇടയ്ക്കും സമയമെടുത്ത് ഇവിടെ കടന്നു വന്ന് ശുശ്രൂഷയ്ക്ക് നേതൃത്വവും സഹായിക്കാറൊക്കെ ഉണ്ട്. സാറിനെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. May the powerful words that you're going to hear tonight become not only a blessing but also become a two-edged sword. Let us make uncomfortable wherever we are. Let us encourage and challenge us to take some decisions tonight. And let us also become the disciples of a living Christ after hearing the convention sermons. ഈ രാത്രികളിൽ ദൈവം നമ്മളെ ഒടുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. മുമ്പോട്ടുള്ള സമയം നമ്മളെ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്ന് പാട്ട് പാടിയതിനു ശേഷം ബഹുമാനപ്പെട്ട അച്ഛൻ റെവറൻഡ് മാത്യൂസ് പി ജോർജിനെ മുമ്പോട്ട് ക്ഷണിക്കും. കാണുന്നു ഞാൻ വിശ്വാസം. Viశ్వాస
ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചെന്നൈ ഹോളി ട്രിനിറ്റി മലയാളം കോൺഗ്രിഗേഷൻ്റെ വികാരി റവറൻ റോബിൻ ഐ മാത്യു അച്ഛൻ, അസിസ്റ്റന്റ് വികാർ റവറൻ സൂരജ് പൗലൂസ് തോമസ് അച്ഛൻ, കമ്മിറ്റി അംഗങ്ങളെ, വിശ്വാസ സമൂഹമേ, സ്നേഹാവന്ദനം. 1991 മുതൽ കൺവെൻഷൻ സ്റ്റേജുകളിൽ പ്രസംഗിക്കുന്നുണ്ട് എങ്കിലും ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് ഇത്. COVID-19 നമ്മയെല്ലാം ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഈ ദൃശ്യ ശ്രവണ മാധ്യമത്തിലൂടെ ദൈവവചനം പങ്കിടാൻ എനിക്ക് ലഭിച്ച അവസരത്തെ നന്ദിയോടെ സ്വീകരിക്കുന്നു. എന്നെ ക്ഷണിച്ച, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും കടപ്പാടും ഒരിക്കൽ കൂടെ അറിയിക്കും. മുഖവുര ഒന്നും തന്നെ കൂടാതെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കട്ടെ. ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായമാണ്. അതിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ വായിക്കട്ടെ. രാജാവ് അവരോട് സംസാരിച്ചാറെ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസറിയാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തിനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷിക്കാൻ നിന്നു. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തൻ്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. Then the king interviewed them, and among them all none was found like Daniel, Hananiah, Mishael, and Azariah. Therefore they served before the king. And in all matters of wisdom and understanding, about which the king examined them, he found them 10 times better than all the magicians and astrologers who were in his realm. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇത്രത്തോളം ആരോഗ്യത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ ഞങ്ങൾക്ക് തന്ന സൗഖ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ശരീരം കൊണ്ട് പലയിടങ്ങളിൽ ഇരിക്കുന്നുവെങ്കിലും മനസ്സുകൊണ്ട് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരും. ദൈവവചനത്തിൻ്റെ സ്വാധീന ശക്തി ഇന്ന് അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഉൾക്കാഴ്ചയുള്ളവരായി, ദർശനമുള്ളവരായി, അങ്ങേ പ്രീതിപ്പെടുത്തുന്ന മക്കളായി നിലനിൽക്കുവാനും ജീവിതയാത്ര തുടരുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ആത്മപ്രേരിതമായി എഴുതപ്പെട്ട ഈ വചനം അതേ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ധ്യാനിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ. പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. 19ഉം 20ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, രാജാവ് അവരോട് സംസാരിച്ചാറെ അവർ 10 ഇരട്ടി വിശിഷ്ടന്മാർ എന്ന് കണ്ടു. എന്താണ് സംഭവം? എവിടെയാണ് സംഭവം? ദാനിയേലിന്റെ പുസ്തകം തുടങ്ങുന്നത് യഹൂദ രാജാവായ യഹോവയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. യഹൂദയുടെ രാജാവായ യഹോവയാക്കീമിന്റെ 3-ാമത്തെ ആണ്ടിൽ, അതായത് BC 605 സെപ്റ്റംബർ മാസം, ബാബിലോണ്യ രാജാവായ നെബൂഖദ്നേസർ യെരുശലേം കീഴടക്കി.
നിനവയുടെ പതനത്തിന് ശേഷം അതിവേഗം വളർന്നുകൊണ്ടിരുന്ന ബാബിലോൺ സാമ്രാജ്യത്തിൽ ഗവൺമെന്റ് കാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് ആവശ്യമായ എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ നെബൂഖദ്നേസർ ഗുഡ് ലുക്കിംഗ്, ഹെൽത്തി ആൻഡ് വെൽ എഡ്യൂക്കേറ്റഡ് ആയ യുവാക്കളെ യെരുശലേമിൽ നിന്ന് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവിടെ ബാബിലോണ്യ സംസ്കാരവും ഭാഷയും പഠിപ്പിച്ചതിന് ശേഷം രാജ്യസേവനത്തിനായി ഉപയോഗിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതിൽ ഉൾപ്പെട്ടതാണ് ദാനിയേലും അദ്ദേഹത്തിൻ്റെ 3 സ്നേഹിതരായ ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നീ യുവാക്കൾ. അവർ യുദ്ധത്തിൻ്റെ ഇരകളാണ്. അവർ പ്രവാസികളായി പിടിക്കപ്പെട്ട് കൊണ്ടുപോയവരാണ്. അവർ ശത്രു സൈന്യത്തിലാണ്. എന്നാൽ അവർ അവിടെ എക്സലന്റ് ആയിത്തീർന്നു. ധ്യാന ഭാഗമായ 1-ാം അധ്യായം 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. 1, the situations they have faced. 2, the stand they have taken. 3, the standard they are attained. അവർ നേരിട്ട അവസ്ഥകൾ, അവർ കൈക്കൊണ്ട നിലപാടുകൾ, അവർ എത്തിച്ചേർന്ന നിലവാരം. 1, the situations they have faced. അവർ നേരിട്ട അവസ്ഥകൾ. യെരുശലേം എന്ന യഹൂദ നഗരത്തിൽ ജനിച്ചു വളർന്ന യഹൂദപുത്രന്മാർ എത്തിച്ചേർന്നിരിക്കുന്നത് കൽദയരുടെ പട്ടണമായ ബാബിലോണിലെ പരിശീലന കേന്ദ്രത്തിൽ. യെരുശലേം ദേവാലയത്തിലെ ആരാധന കണ്ട് വളർന്നവർ ഇപ്പോൾ വിജാതീയരുടെ പട്ടണത്തിൽ എത്തിയിരിക്കുന്നു. ക്ഷേത്രങ്ങളിൽ ബിംബങ്ങൾ സ്ഥാപിക്കപ്പെട്ട് അവിടെ പൂജകൾ നടക്കുന്നു. മാതാപിതാക്കളില്ല, പുരോഹിതരില്ല, വേദപുസ്തക പഠിപ്പിക്കലുകളില്ല, പ്രവാചക വെളിപ്പാടുകളില്ല, സ്വാതന്ത്ര്യമില്ല. The problem of living. ഉപരിപഠനാർത്ഥം വീട്ടിൽ നിന്ന് അകന്നു കഴിയുന്ന വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥം വീട് വിട്ട് അകലങ്ങളിൽ പാർക്കേണ്ടി വരുന്ന യുവതി യുവാക്കൾ, വിവാഹാനന്തരം അകലങ്ങളിൽ പാർക്കേണ്ടി വരുന്ന അണുകുടുംബങ്ങൾ, കൂടെ പാർക്കാൻ ആളില്ല, വഴക്കു പറയാൻ ആളില്ല, ഉപദേശം നൽകാൻ ആളില്ല. പ്രോബ്ലം ഓഫ് ലിവിങ്. COVID-19 നമ്മെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ആരാധനാലയത്തിൽ ആരാധനയില്ല, ദൈവനാമത്തിലുള്ള കുടിവരവുകളില്ല, ഒരുമിച്ചുള്ള കൂട്ടായ്മയുടെ സന്തോഷമില്ല. നാം പല നിയന്ത്രണങ്ങൾക്കും വിധേയമായിരിക്കുന്നു. പ്രോബ്ലം ഓഫ് ലിവിങ്. ഇറ്റ് ഈസ് ഈസി ടു ബി ഗോഡ്ലി അറൌണ്ട് ഗോഡ്ലി പീപ്പിൾ. ഇന്നത്തെ പ്രശ്നം ആത്മീക അന്തരീക്ഷത്തിൽ നിന്നും മാറുമ്പോൾ ലൗകികരായി തീരുന്ന ക്രിസ്ത്യാനി. നാം ആത്മീക അന്തരീക്ഷത്തിൽ നിന്നും മാറുമ്പോൾ ഈ ലോകത്തിന് അടിമപ്പെട്ട് പോകുന്നുണ്ടോ? പ്രോബ്ലം ഓഫ് ലിവിങ്. 2, പ്രോബ്ലം ഓഫ് നോളജ്. അറിവിൻ്റെ പ്രശ്നം. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവരെ
കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കുവാനും കൽപ്പിച്ചു. ഇത് വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ കാലം. എന്ത് ചോദിച്ചാലും ഉത്തരം പറയുവാൻ സാധിക്കുന്ന ഇന്റർനെറ്റ് യുഗം. പണ്ട് നമ്മുടെ സഭാംഗ രജിസ്റ്ററിൽ ഒരു കോളം ഉണ്ടായിരുന്നു, എഴുത്തും വായനയും അറിയാമോ? ഇന്ന് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. എന്നാൽ ഈ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ കാലത്ത് ദൈവവചനം നമുക്ക് എത്രമാത്രം ആവശ്യമാണ്? വേദപുസ്തകം എടുത്ത് മുൻപിൽ വെച്ചുകൊണ്ട് എനിക്ക് എഴുത്തും വായനയും അറിയാം എന്ന് പറയുവാൻ എത്ര പേർക്ക് സാധിക്കും? പണ്ട് കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ഒരു പാട്ടുണ്ട്, The Bible, yes, that's a book for me. I stand alone the word of God, the Bible. വേദ പുസ്തകം അതെന്റെ പുസ്തകം, എന്നെ എന്നും നിലനിർത്തും സത്യപുസ്തകം. എന്നെ എന്നും നിലനിർത്തും സത്യപുസ്തകം. I stand alone the word of God, the Bible. Problem of knowledge. ഇന്ന് അറിവ് വർദ്ധിച്ചിരിക്കുന്നു. അതിൻ്റെ ഫലമായി ഈ പുസ്തകം, ദൈവവചനം, ഇന്ന് പഴഞ്ചൻ പുസ്തകമായിട്ട് മാറിയിട്ടുണ്ടോ? 3, the problem of diet. ആഹാര പ്രശ്നം. 5-ാം വാക്യത്തിൽ നാം കാണുന്നു, the king assigned them a daily amount of food and wine from the king's table. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. രാജാവ് കഴിക്കുന്ന ഭക്ഷണവും രാജാവ് കുടിക്കുന്ന വീഞ്ഞും ആണെങ്കിൽ അതിൻ്റെ നിലവാരം എന്തായിരിക്കും? 5-സ്റ്റാർ ഹോട്ടലിലെ ഫുഡ് 1-2 നേരമല്ല, 3 വർഷം കഴിക്കാം, 1 രൂപ പോലും ചെലവില്ല. എന്നാൽ അവർ അത് കേട്ടിട്ട് ഒരു തീരുമാനം എടുത്തു. ഭക്ഷണം നമ്മുടെ ആത്മീക വിഷയമാണോ? പണ്ടൊക്കെ മക്കൾക്ക് എന്ത് കൊടുക്കും എന്ന് വിചാരിച്ച് ഭാരപ്പെട്ട ഒരു തലമുറയുണ്ട്. എന്നാൽ ഇന്ന് എന്താണ് കഴിക്കേണ്ടത് എന്നാണ് ചിന്തിക്കുന്നത്. സമൃദ്ധിയുടെ മധ്യത്തിൽ നമുക്ക് ഭക്ഷണത്തെക്കുറിച്ചുള്ള ഒരു ആത്മീക കാഴ്ചപ്പാട് ഉണ്ട്. എന്ത് കഴിക്കാം, എത്രമാത്രം കഴിക്കാം, എന്തിന് കഴിക്കുന്നു? നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ചുള്ള വീക്ഷണം എന്താണ്? 4-ാമത്തെ പ്രശ്നം, ദ പ്രോബ്ലം ഓഫ് ഐഡന്റിറ്റി. സ്വത്വ പ്രശ്നം. രാജ്യസേവനത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഈ യഹൂദ ബാലന്മാർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നല്ല പേരുകളാണ് ഉണ്ടായിരുന്നത്. ദാനിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഗോഡ് ഈസ് മൈ ജഡ്ജ്, ദൈവം എൻ്റെ ന്യായാധിപൻ. എന്നാൽ ബാബിലോണിൽ എത്തിച്ചേർന്നപ്പോൾ ആ പേര് മാറ്റി. അവനോ
ബെൽസഷർ എന്ന പേര് കൊടുത്തു. ബെൽസഷർ എന്ന് പറഞ്ഞാൽ ബാൽ വിൽ പ്രൊട്ടക്റ്റ്. ബാൽ അവരുടെ സമ്പൽ സമൃദ്ധിയുടെ ദേവനാണ്. അവൻ നിന്നെ സംരക്ഷിക്കും. ഹനന്യ എന്ന വാക്കിന്റെ അർത്ഥം ഗാഡ് ഈസ് ഗ്രേഷ്യസ്, ദൈവം കരുണയുള്ളവൻ എന്നാണ്. എന്നാൽ ആ പേര് മാറ്റിയിട്ട് അത് ഷദ്രക് എന്നാക്കി. ഷദ്രക് എന്നാൽ അണ്ടർ ദ കമാൻഡ് ഓഫ് ആക്കു അല്ലെങ്കിൽ സെർവൻറ്റ് ഓഫ് ആക്കു. ആക്കു എന്നത് അവരുടെ മൂൺ ഗോഡാണ്. അപ്പോൾ ചന്ദ്രദേവൻ നിന്നെ സംരക്ഷിക്കും, അല്ലെങ്കിൽ ചന്ദ്രദേവന്റെ അടിമയാണ് നീ. 3. മീശായേൽ എന്നാൽ ഗോഡ് ഈസ് വിതൗട്ട് ഈക്വൽ, ദൈവത്തോട് തുല്യൻ ആരുമില്ല. എന്നാൽ അവൻ്റെ പേര് മാറ്റി. മേശക് എന്ന വാക്കിൻ്റെ അർത്ഥം ഹു ഈസ് ലൈക്ക് ആക്കു, മൂൺ ഗോഡായിട്ടുള്ള ആക്കുവിനെ പോലെ മറ്റാരുണ്ട്, അതാണ് അർത്ഥം. അസ്രിയ എന്ന വാക്കിൻ്റെ അർത്ഥം ദ ലോർഡ് ഈസ് മൈ ഹെൽപ്പർ, കർത്താവ് എൻ്റെ സഹായകൻ. എന്നാൽ അത് മാറ്റി അവന് അബേദ്നെഗോ എന്ന പേര് നൽകി. എന്ന് പറഞ്ഞാൽ സെർവൻറ്റ് ഓഫ് നെഗോ. നെഗോ അവരുടെ വിസ്ഡം ഗോഡാണ്, അവൻ്റെ ദാസനാണ് നീ. അപ്പോൾ യഹൂദ ബാലന്മാർ ബാബിലോണിൽ എത്തിച്ചേർന്നപ്പോൾ അവരുടെ പേരുകൾ മാറ്റിയിട്ട് അവിടെയുള്ള ആളുകളിൽ ഒരുവരാക്കി അവരെ മാറ്റി. പണ്ട് പേര് കേട്ടാൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനെന്ന് അറിയാമായിരുന്നു. ഇന്നോ പുതിയ അച്ഛൻ ഭവനത്തിൽ എത്തി. തൻ്റെ ആദ്യത്തെ ഹൗസ് വിസിറ്റ്, ഒരു വീട്, ഭർത്താവ്, ഭാര്യ, 3 മക്കൾ. ആൺമക്കളോട് അവരുടെ പേര് ചോദിച്ചു. ആരാ മൂത്ത ആള്? യെസ്. എന്താണ് പേര്? അനീഷ്. രണ്ടാമത്തെ ആൾ സുനിഷ്. മൂന്നാമത്തേതോ ഫിനിഷ്. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് വിചാരിക്കാം. എന്നാൽ നമുക്ക് ഒരു കോമൺ നെയിമുണ്ട്. ലോകം കർത്താവിനോട് കൂടെയുള്ളവർക്ക് നൽകിയ പേര്. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം 26-ാം വാക്യം. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. ക്രൈസ്റ്റ് പ്ലസ് ലാറ്റിൻ പദമായ ഇയാനൈ, ക്രൈസ്റ്റ് പ്ലസ് ഗ്രീക്ക് പദമായ ഇയാനോ. ഈ ഇയാനായി, ഇയാനോയ്, ഈ 2 വാക്കുകളുടെയും അർത്ഥം ബിലോങ്സ് ടു ദ പാർട്ടി ഓഫ്. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബിലോങ്സ് ടു ദ പാർട്ടി ഓഫ് ക്രൈസ്റ്റ്. നമ്മെ കാണുന്നവർ, നാമുമായി ബന്ധപ്പെടുന്നവർ ബിലോങ്സ് ടു ദ പാർട്ടി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുവാൻ ഇടയായിത്തീരുമോ? ആരാണ് ക്രിസ്ത്യാനി? Christian is a human being who has met and accepted Christ as personal Savior, and who, as a consequence of this experience of grace, has become a follower of Christ. ക്രിസ്തുവിനെ കണ്ടുമുട്ടുകയും സ്വന്തം ജീവിതത്തിൽ രക്ഷകനായി സ്വീകരിക്കുകയും ആ കൃപാ അനുഭവത്തിൽ അതിൻ്റെ പരിണത ഫലമായി ക്രിസ്തുവിൻ്റെ അനുഗാമിയായി തീരുകയും ചെയ്ത വ്യക്തി ക്രിസ്ത്യാനി. ഇന്ന്
നേരിടുന്ന ഒരു പ്രശ്നം സ്വത്വ പ്രശ്നം. ഞാൻ ആരാണെന്ന് മറന്നുപോയാണ് ക്രിസ്ത്യാനികൾ പലരും ജീവിക്കുന്നത്. Babylonians were trying to change their citizenship by taking them to Babylon. Change their thinking by giving Babylonian education. Change their identity by giving new names. Change their lifestyle by giving royal diet. എന്നാൽ the stand they have taken, അവർ കൈക്കൊണ്ടതായ നിലപാട്, അതാണ് രണ്ടാമതായി നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. The stand they have taken. ഒന്ന്, a firm decision, വളരെ ഉറച്ച ഒരു തീരുമാനം. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് but Daniel resolved not to defile himself with the royal food and wine. എന്നാൽ ദാനിയേൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും താൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. മറ്റുള്ളവർ കണ്ടാൽ എന്ത് എന്ന ഭയമല്ല അവനെ ഭരിച്ചത്. മറ്റുള്ളവർ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ചിന്തയല്ല അവനെ ഭരിച്ചത്. പിന്നെയോ എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരം, ഞാൻ ഒന്നുകൊണ്ടും അതിനെ അശുദ്ധമാക്കുകയില്ല. പർപ്പൂസ് എന്ന ഇംഗ്ലീഷ് പദം ഒരു ഭാഷാന്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മീൻസ് ടു ബി ഡിവോട്ടഡ് ടു പ്രിൻസിപ്പിൾ ആൻഡ് ടു ബി കമ്മിറ്റഡ് ടു എ കോഴ്സ് ഓഫ് ആക്ഷൻ. അവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു. എല്ലാ ഇച്ഛാശക്തിയുടെയും കേന്ദ്രം നമ്മുടെ ഹൃദയമാണ്. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരം, ഞാൻ അത് ഒന്നുകൊണ്ടും അശുദ്ധമാക്കുകയില്ല. പ്രീ മാരിറ്റൽ സെക്സ്വൽ റിലേഷൻഷിപ്പ്, എക്സ്ട്രാ മാരിറ്റൽ സെക്സ്വൽ റിലേഷൻഷിപ്പ്, യൂസ് ഓഫ് ഡ്രഗ്, അവരെ സംബന്ധിച്ച് അവരുടെ മതഗ്രന്ഥം നിഷ്കർഷിക്കുന്ന ചില കാര്യമുണ്ട്. ഇന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുത്. ദേവന്റെ മുൻപിൽ അർപ്പിച്ച വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുത്. ഭക്ഷണത്തെ സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ വചനത്തിലൂടെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിച്ചു അശുദ്ധമാക്കുക ഇല്ല. A firm decision, അവരുടെ നിലപാട്. രണ്ട്, a fair desire. അവർ ഇപ്രകാരമാണ് പറഞ്ഞത്, പ്ലീസ് test your servants for 10 days. Give us nothing but vegetables to eat and water to drink. അവർക്ക് രാജകീയ ഭക്ഷണം നൽകപ്പെട്ടു എങ്കിലും അതിനോട് ഒരു റിബല്യസ് നേച്ചർ അല്ല അവർ പ്രകടിപ്പിച്ചത്. പിന്നെയോ അവർ മറ്റൊരു വഴി അതിനായിട്ട് കണ്ടെത്തി. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ശാഖപദാർത്ഥം തന്നുകൊള്ളുക, 10 ദിവസം പരിശോധിക്കും. എ പ്രാക്ടിക്കൽ
creative solution without compromise God's law. നിഷേധാത്മകമായ ഒരു നിലപാടല്ല സ്വീകരിച്ചത്, വളരെ തന്മയത്വത്തോടെ അതിനെ നേരിടാനായിട്ടാണ് അവർ തീരുമാനിച്ചത്. അവരുടെ ആഗ്രഹം വിനയപൂർവ്വം അറിയിച്ചു. എ ഫെയർ ഡിസിഷൻ. ഇതിൻ്റെ ഫലമായി അവർ എത്തിച്ചേർന്ന നിലവാരമാണ് നമുക്ക് ഈ വേദഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന മൂന്നാമത്തെ കാര്യം. ദ സ്റ്റാൻഡേർഡ് they have attained. ഒന്ന്, excellent in outward. 15-ാം വാക്യം, അവരുടെ മുഖം രാജഭോജനം കഴിക്കുന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. ഞങ്ങൾക്ക് ശാഖപദാർത്ഥം തന്നുകൊള്ളുക. എന്നാൽ രാജാവ് അവരെ പരിശോധിച്ചപ്പോൾ അവർ അഴകുള്ളവരും മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. മറ്റുള്ളവരുടെ മുൻപിൽ നമ്മെ ലജ്ജാപാത്രമായി മാറ്റാതെ മറ്റുള്ളവരുടെ മുൻപിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ നമ്മെ ശക്തീകരിക്കുന്ന, നമ്മിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ദൈവം. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. അവരുടെ മതഗ്രന്ഥമായ തോറഹ്, നബിയും കെത്തൂബിയും അവർക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്, ആലോചനകളുണ്ട്. അവർ കണ്ടെത്തിയ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ സ്വഭാവമുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ അവർ ഒരു നിലപാടെടുത്തപ്പോൾ അവർ എത്തിച്ചേർന്നു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു നിലയിൽ. എക്സലൻ്റ് ഇൻ ഔട്ട്വേർഡ്. മാത്രമല്ല 20-ാം വാക്യം, രാജാവ് അവരോട് ജ്ഞാന വിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തൻ്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാർ എന്ന് കണ്ടു. ഇവർ എങ്ങനെയാണ് വിശിഷ്ടന്മാർ ആയത്? അതിൻ്റെ കാരണം 17-ാം വാക്യത്തിൽ പറയുന്നു. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. വിദ്യയുടെയും ഭാഷയുടെയും ലോകം. എന്നാൽ അവിടെ വിസ്ഡം നൽകുന്ന, ജ്ഞാനം നൽകുന്ന ദൈവം. നോളജിൻ്റെ കാലഘട്ടം. എന്നാൽ ആ നോളജിൻ്റെ കാലഘട്ടത്തിൽ വിസ്ഡം നൽകുന്ന ദൈവം. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. എന്താണ് നോളജും വിസ്ഡവും തമ്മിലുള്ള വ്യത്യാസം? മദ്യക്കുപ്പിയുടെ പുറത്ത് എഴുതിയിട്ടുണ്ട്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അത് മലയാളത്തിൽ എഴുതിയാലും ഇംഗ്ലീഷിൽ എഴുതിയാലും വായിക്കാൻ അറിവുണ്ട്. വായിക്കുക മാത്രമല്ല, എന്താണ് വായിച്ചതെന്ന് അറിയാനും സാധിച്ചു. അറിയാം. എന്നാൽ അറിഞ്ഞുകൊണ്ട് തന്നെ മദ്യപിക്കുന്നു. അറിവുണ്ട്, ജ്ഞാനം ഇല്ല. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Wisdom is the right use of knowledge.
അതുകൊണ്ടാണ് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. അവർ എക്സലൻ്റായി മാറി. ഇൻവേർഡ്ലി, ആന്തരികമായി, ജ്ഞാനസംബന്ധമായി അവർ എക്സലൻ്റ്. അങ്ങനെ ആ ദേശത്തുള്ള സകലരിലും വെച്ച് ഇവർ 10 ഇരട്ടി വിശിഷ്ടന്മാരായി തീർന്നു. ഈ യഹൂദ ബാലന്മാരെ പോലെ നാം മതബഹുല സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഉറച്ച തീരുമാനം, ദൈവപ്രസാദമുള്ള തീരുമാനം കൈക്കൊള്ളാം, അതിൽ നിലനിൽക്കാം. അപ്പോൾ നമ്മുടെ ദൈവം നമ്മിലൂടെ മഹത്വമെടുക്കാൻ ഇടയായിത്തീരും. ഏലിയൻ കൾച്ചർ come in many ways. A new job, a new school, a new neighborhood, പലതും. എന്നാൽ നാം ദൈവത്തിൽ, ദൈവവചനത്തിൽ അടിയുറച്ച് തീരുമാനമെടുത്ത് നിലനിൽക്കുമ്പോൾ ദൈവം നമ്മെ മാനിക്കും. ഭക്ഷണം അവരുടെ മുൻപിൽ എത്തിയപ്പോൾ അവർ കൈക്കൊണ്ട തീരുമാനം അല്ല, പിന്നെയോ അവർക്ക് അത് അനുവദിക്കപ്പെട്ട് കിട്ടിയപ്പോൾ അവരറിയിച്ചതാണ്, ഞങ്ങൾക്ക് ശാഖപദാർത്ഥം മതി. പ്രലോഭനങ്ങൾ നമ്മുടെ പടിവാതിൽക്കൽ എത്തുമ്പോഴല്ല, പിന്നെയോ ഇപ്പോൾ തന്നെ ഉയരുക, ഉണരുക, തീരുമാനമെടുക്കുക. എവിടെയാണ് ഞാൻ അതിർവരമ്പ് വരയ്ക്കേണ്ടത്? ഇല്ല, ഇതിനപ്പുറത്ത് ഞാൻ ഇല്ല. ആ ഒരു ഉറച്ച തീരുമാനം കൈക്കൊള്ളുമ്പോൾ ദൈവം നമ്മുടെ തീരുമാനങ്ങളെ മാനിക്കും. അതുകൊണ്ട് ദൈവവചനമായിരിക്കട്ടെ നമ്മുടെ മാർഗരേഖ. ഈ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ കാലഘട്ടത്തിൽ ദൈവവചനത്തിൻ്റെ മുൻപിൽ ഇരിക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. വേദപുസ്തകത്തെ സംബന്ധിച്ച് CSI സഭാംഗങ്ങൾക്ക് ഏറെ അഭിമാനിക്കാനുണ്ട്. മലയാള ഭാഷയിൽ, മലയാളക്കരയിൽ പൂർണ്ണമായി വേദപുസ്തകം ഭാഷാന്തരം ചെയ്ത് ജനങ്ങളിൽ എത്തിച്ചത് നമ്മുടെ മിഷണറിയായ റവറൻഡ് ബെഞ്ചമിൻ ബെയ്ലിയാണ്. നമ്മുടെ CMS പ്രസ്സിലാണ് അത് പൂർണ്ണമായിട്ടും അച്ചടിച്ച് വിതരണം ചെയ്തത്. അതിൻ്റെ ഒരു കോപ്പി ഇപ്പോഴും CMS പ്രസ്സിൽ പവിത്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദപുസ്തകത്തിൻ്റെ മുൻപിൽ എത്ര സമയം നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കുന്നു? അത് തരുന്ന ആലോചന ജീവിതത്തിൽ എത്രമാത്രം പ്രായോഗികമാക്കുവാൻ നമുക്ക് സാധിക്കുന്നു? വെല്ലുവിളികളുടെ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഉറച്ചു നിന്നാൽ നമ്മെ 10 ഇരട്ടി മികവുള്ളവരാക്കി തീർക്കുവാൻ, എക്സലൻ്റ് ആക്കി തീർക്കുവാൻ കഴിവുള്ളവനായിട്ടുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം, അപ്രകാരം നിലനിൽക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാണ്. I
ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. കൺവെൻഷന്റെ ആദ്യ ദിവസം ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ആയിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് ആദ്യ ദിവസം വചന ശുശ്രൂഷ നിർവഹിച്ച മാത്യു പി ജോർജിനോട് ഉള്ള നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. അതോടൊപ്പം ഇന്ന് പാട്ടുകൾ പാടിയ ഗായക സംഘങ്ങളോടും നന്ദി അറിയിക്കുന്നു. ഇന്റർസെഷൻ ലീഡ് ചെയ്ത ബിജോ സാറിനോടും നന്ദി അറിയിക്കട്ടെ. നാളെ വൈകിട്ട് കൃത്യം 6:30 നമ്മുടെ കൺവെൻഷൻ ആരംഭിക്കുന്നതാണ്. അതിനുള്ള യൂട്യൂബിലൂടെ കഴിവതും എല്ലാ ആളുകൾ അതിൽ പങ്കെടുക്കുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ സുരക്ഷിതരായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഞങ്ങളുടെ ആനുവൽ മലയാളം കൺവെൻഷന്റെ ആദ്യ ദിനത്തിൽ വ്യാപരിച്ച ദൈവിക കൃപകൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, എന്ന് ഞങ്ങൾക്ക് വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അച്ഛനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ള കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള കർത്താവേ, വചനം കേട്ട് മടങ്ങുവാനല്ല കർത്താവേ, അത് ഞങ്ങളുടെ ഹൃദയങ്ങളോട് ശോധന ചെയ്യുന്ന സാഹചര്യങ്ങളാക്കി തീർക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കിടക്കകളിലേക്ക് പോകുമ്പോഴും കർത്താവേ, ഞങ്ങൾ ദൈവസന്നിധിയിൽ ചില ചോദ്യങ്ങളുമായി നിലനിൽപ്പാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള കർത്താവേ, ഇന്ന് വ്യാപരിച്ച എല്ലാ അങ്ങയുടെ കൃപകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നും കർത്താവേ, നാളത്തെ ദിനത്തിലും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ അങ്ങ് സഹായിക്കണം. നേതൃത്വം നൽകുന്ന പ്രവചനത്തിനെ കുടുംബമായ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ പിരിയാത്ത സാന്നിധ്യമായി കൂടെ ഇരിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും കൃപയും സമാധാനം പ്രാർത്ഥിച്ച കാര്യങ്ങളോടും കേട്ട വചനത്തോടും കൂടെ തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളോടുകൂടി ഇന്നും എപ്പോഴും കാലാവസാനം കൂടി ഇരുന്ന് വഴി നടത്തുമാറാകട്ടെ. ആമേൻ.